ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാൻ ഇന്നിവിടെ ഓട്സ് കൊണ്ടൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ 1 കപ്പ് പാല് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 1/4 കപ്പ് ഓട്സ്, ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതായിപ്പോൾ ഞാൻ ഓട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇതാ നോക്കി, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തേൻ ചേർത്ത് കൊടുത്താലും മതി ഓട്സിൽ. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിളും പോമഗ്രാനൈറ്റ് 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ആപ്പിൾ 2 ടേബിൾ സ്പൂൺ ഇട്ടു. 2 ടേബിൾ സ്പൂൺ ഡേറ്റ്സ്, ഈന്തപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളാണ് ചേർക്കുന്നത്. ഈ പാലിലൊക്കെ പൈനാപ്പിൾ ചേർക്കുമ്പം പച്ചയ്ക്ക് തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും പൈനാപ്പിൾ ചേർക്കുമ്പോൾ ഒന്ന് വേവിച്ചിട്ട് ചേർക്കുക. റോയായിട്ട് ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് പഞ്ചസാര ചേർത്തൊന്ന് വേവിച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളം വന്ന് ഒന്ന് വെന്ത് കിട്ടിക്കോളും. വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വാനില എസൻസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ആണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി ഒരു ഗ്ലാസ് എടുത്തിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ്, അതായത് കസ്കസ്, ബ്ലാക്ക് കസ്കസ് കുതിർത്തത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നട്ട്സാണ്. കുറച്ച് കാഷ്യൂ കട്ട് ചെയ്തതും കുറച്ച് പിസ്താഷ്യൂ കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പീനട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാൻ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത ഫ്രൂട്ട്സ് എല്ലാം തന്നെ കുറേശ്ശെ ഒരു ലെയറായിട്ട് ഇടുവാണ്. പഴം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് ആണോ അതെല്ലാം ചെറിയതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഞാൻ പൈനാപ്പിൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഓട്സ് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഈ ഓട്സ്, ഈ വാനില എസൻസ് ഒക്കെ ചേർന്ന് വരുന്ന കാരണം നമുക്ക് ആ ഓട്സിൻ്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കില്ല. ഇത് നല്ല ഒരു ഐസ്ക്രീം ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. പാലിൽ നന്നായിട്ട് കുറുകി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നോക്കിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തതും ചേർത്ത് വീണ്ടും കട്ട് ഫ്രൂട്ട്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കുവാണ്. ഇത് കഴിക്കുമ്പോൾ നല്ല ഒരു കുറച്ച് തണുപ്പ് നമ്മുടെ ഓട്സിനൊക്കെ ഉള്ള കാരണം നല്ല ഫലൂഡ കഴിക്കുന്ന പോലെ ഉണ്ട്. എന്നാൽ ഇത് ഹെൽത്തിയാണ് താനും. ഫലൂഡയിലുള്ള പോലെ അൺഹെൽത്തി കാര്യങ്ങളൊന്നും ഇതിലില്ല. ഫ്രൂട്ട്സും ഓട്സും മാത്രമാണ് വരുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. ഞാൻ കട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്തു. പൈനാപ്പിൾ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് ആണ് ഇടുന്നത്. ഇനി കുറച്ച് നട്ട്സും ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് പോമഗ്രാനൈറ്റ് ഇട്ടു. ഇതാ നോക്കിക്കെ, കാണാൻ എന്ത് ഭംഗിയാണ്. ഫലൂഡ പോലെ തന്നെയുണ്ട്. ഇത് ഹെൽത്തി ഓട്സ് ഫലൂഡ എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും നമ്മുടെ ഓട്സ് വിത്ത് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഓട്സ് കഴിക്കാൻ എല്ലാ കുട്ടികൾക്കും മടിയായിരിക്കും. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടമാകും. വീണ്ടും നല്ല നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ടേക്ക് കെയർ, ബൈ ബൈ.